മക്കളുടെയും നമ്മുടെ ഭാര്യൻ്റെയും ഭർത്താവിൻ്റെ ഒക്കെ വിശേഷങ്ങൾ പുറത്തറിയിക്കേണ്ടതല്ല, എല്ലാം പുറത്തറിയിക്കേണ്ട കാര്യമല്ല. പലപ്പോഴും കണ്ണേറിന് സാധ്യതയുള്ള ഒരു ഏരിയയാണ് അതും കൂടി. ഇവരെന്തൊരു സന്തോഷമുള്ള ദാമ്പത്യം അല്ലേ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഗാലക്സിയും സ്നീക്കേഴ്സും കൊണ്ട് എന്നർത്ഥത്തിലെങ്ങാനും ഒരാൾ ചിന്തിച്ചാൽ പിന്നെ പോവാൻ വേറൊന്നും പോണ്ട. ഒരു കുട്ടീൻ്റെ ഫോട്ടോ കണ്ടാൽ മതി കണ്ണേറ് തട്ടാൻ. ബർത്ത്ഡേൻ്റെ അന്ന് കുട്ടീനോടുള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പം സ്റ്റാറ്റസ് എല്ലാം വെക്കും. മാസാമാസം ഇനി കുട്ടികളെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാൻ എളുപ്പ വഴിയായി അത്. ഒരു കുട്ടിനെ നേരിട്ട് കാണണമെന്നൊന്നുമില്ല കണ്ണേറ് തട്ടാൻ. ഫത്തുൽ ബാരിയിലുണ്ടല്ലോ, വസ്ഫ് കൊണ്ടും കണ്ണേറ് തട്ടും, ഫോട്ടോ കണ്ടാലും മതി. ഏതായാലാവട്ടെ, ആയിഷ ബീവി തുടരുകയാണ് ഉർവത്ത് റളിയല്ലാഹുവിനോട്. വീട്ടിലെത്തിയാൽ അടുക്കള പണിയിൽ സഹായിക്കും. അടുത്ത വർത്താനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, എൻ്റെ ഭർത്താവിനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താ പറയാ, അടുക്കള പണിയിൽ സഹായിക്കും, തിന്നിട്ടല്ല. മനസ്സിലാകുന്നില്ലേ? നെക്സ്റ്റ് വൺ, പാത്രം ശരിയാക്കി തരുന്നു. നെക്സ്റ്റ് വൺ, ചെരുപ്പ് തുന്നും. ലാസ്റ്റ് വൺ, ബാങ്ക് കൊടുത്താൽ പിന്നെ ആളെ കാണൂല, നിസ്കരിക്കാൻ പോയിട്ടുണ്ടാവുന്നു. പച്ച ജീവിതം. ഇതാണ് ഭാര്യമാരോട് അവിടുത്തെ ജീവിതം ഉണ്ടായിരുന്നത്. വേറൊരു ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പായസം പോലത്തെ അലീസ പോലത്തെ ഒരു മധുരമുള്ള പലഹാരം കൊടുത്തയച്ചു. ഒരു അടിമച്ചക്കൻ്റെ കയ്യിലാണ് കൊടുത്തേക്കണത്. ആയിഷ ബീവി അന്ന് കുറച്ച് ഫെയറിലാണ്, ചൂടിലാണ്. ആയിഷ ബീവിയുടെ അന്ന് താമസിക്കേണ്ട അന്ന് വേറൊരാൾ കാര്യമായിട്ട് കൊടുത്തയച്ച ആയിഷ ബീവിക്ക് വിഷമാവില്ല, ഉറപ്പല്ലേ? നമ്മളിപ്പോൾ കാര്യമായിട്ട് സയ്യിദ് അവർകൾ നമ്മളെ വീട്ടിലേക്ക് ഫുഡിന് ക്ഷണിച്ച്, അങ്ങനെ നമ്മളെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി സയ്യിദ് അവർകൾ വന്ന്, അപ്പോഴുണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ചെമ്പ് ആട് ചിക്കൻ ബിരിയാണി കൊടുത്തേക്കുന്നത്. എങ്ങനെ ഉണ്ടാവും? ശരിക്കും അത് നമ്മൾ ട്രോളലും കൂടിയല്ലേ, നമുക്ക് എന്തിട്ട് ഫുഡ് ആക്കാൻ പണമില്ലേ അല്ലേ? ആയിഷ ബീവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വേറൊരാൾ കൊടുത്തയച്ച, പക്ഷെ കൊടുത്തയച്ച ആൾ ഒരു മഹബത്തോണ്ട് കൊടുത്തയച്ചതാണ്. രണ്ടാളെ ഭാഗത്തും തെറ്റില്ലല്ലോ എന്തായാലും. ആയിഷ ബീവി ചൂടിലോ ഒറ്റ തട്ട് ഈ പാത്രം അങ്ങ് വീണ് പൊടിഞ്ഞു പോയി, ഗ്ലാസിൻ്റെ പാത്രം. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത നിലപാട് എന്താണെന്നറിയോ? അടിമച്ചക്കനോട് പറഞ്ഞ് മിണ്ടണ്ട, ആറത്ത് ഉമ്മുക്കും, ബീവി കുറച്ച് ചൂടിലുള്ളത്, അവക്ക് മോമില്ല വിട്ടോ. തങ്ങൾ നിലത്തിരുന്ന് ആ പാത്രം പൊറുക്കി 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 പൊറുക്കി. ഏത് നബിയാ നിലത്ത്? അത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? ഏഴാനാകാശത്തിൻ്റെ അപ്പുറം പോയിട്ട് അർശുല്ലോഹും കുർസിയും സർവ്വലോകവും കണ്ടിട്ട് അള്ളഹാനോട് വർത്താനം പറഞ്ഞിട്ട് അഖിലാണ്ട ലോകം മുഴുവനും കണ്ട നേതാവ് താഴെ ഇരുന്നിട്ട് പൊറുക്കുന്നു. ദ ലീഡർ. എന്താ പറഞ്ഞ? ദ ലീഡർ, ദ ഗ്രേറ്റസ്റ്റ് ലീഡർ, കുടുംബനാഥൻ. മഹബത്ത് ഒതുങ്ങേണ്ടത് സ്റ്റാറ്റസിലും അല്ല, കയ്യിലും അല്ല, സ്റ്റാമ്പിലും അല്ല, ഒന്നിലും അല്ല, കുടുംബത്തിൽ. ഭാര്യനോടെങ്ങനെ? ഒരാളുടെ സ്വഭാവം ശുദ്ധിയാവലിനേക്കാൾ വലിയ മഹബത്ത് ലോകത്ത് എന്താ ഉള്ളത്? അതല്ലേ ഇമാമികൾ പറഞ്ഞത്, എല്ലാ കാര്യത്തിനും ഒരു അടിത്തറ ഉണ്ടാവും. ബുർജ് ഖലീഫന്റെ അടിത്തറ ഫസ്റ്റ് ഫ്ലോറിലുള്ളതല്ല, ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. അത് പൊട്ടിയാ പൊട്ടി. അത് 155 200 നില ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. താഴത്തത് പൊട്ടിയാ പൊട്ടി എന്ന് പറയും അല്ലേ? എല്ലാത്തിനും ഒരു അടിത്തറ ഉണ്ടാവും. ഇസ്ലാമിന്റെ അടിത്തറ സൽ സ്വഭാവമാണ് എന്ന് മക്ഹൂൽ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. ഇസ്ലാമിന്റെ അടിത്തറ അതാണ്. അതാണ് യഹ്യ ബിൻ മുആദ് റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരാളുടെ സ്വഭാവം അടിപൊളി സ്വഭാവമാണ്, അയാൾക്ക് തോനെ ഇബാദത്തൊന്നും ഇല്ലെങ്കിലും അയാൾ സ്വർഗത്തേക്ക് പോകും. ഒരാളെ സ്വഭാവം വളരെ വൃത്തികെട്ട സ്വഭാവം, ആരും അംഗീകരിക്കൂല, ആരും ഉൾക്കൊള്ളൂല, മൂപ്പരെ ലോകം ഒരാളീ സമ്മതിക്കൂല. വൃത്തികെട്ട സ്വഭാവം. കുറേ ദിക്റുണ്ട്, കുറേ ഇബാദത്തുണ്ട്, ആ ഇബാദത്തൊന്നും അയാൾക്ക് ഉപകരിക്കൂല.
പൂച്ചനെ കെട്ടിയിട്ട പെണ്ണിന് ഇബാദത്തിന് കമ്മിയില്ല. നായക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്തിൽ പോയത് എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യുന്നുണ്ടല്ല. നല്ല സ്വഭാവമാവണം. അതാണ് മഹബത്തിന്റെ ഒന്നാമത്തെ അടയാളം. ആദ്യം നമ്മുടെ സ്വഭാവം ക്ലിയർ ആവേണ്ടത് ഭാര്യനോട്, ഭർത്താവിനോട്. അതാ വേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എന്നോട് വർത്താനം പറയാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇശായിന് ശേഷം സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് പിന്നെ റസൂലുള്ളാഹിനെ തിരക്കായോണ്ട് പിന്നെ സമയം ഉണ്ടാവില്ല അല്ലേ? ഭാര്യനോടുണ്ടാ വർത്താനം പറയണം. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ഖൈറുക്കും ലി അഹ്ലി, ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് ഇസ്ലാമിലെ ഏറ്റവും നല്ല മനുഷ്യൻ. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നെയ്ലുൽ ഔത്താറിൽ കാണാം, ഇസ്ലാമിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഭാര്യനോട് നല്ല രീതിയിൽ പെരുമാറുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഇല്ലേ, ഇസ്ലാമിൽ ഏറ്റവും മോശമായത്, അത് കിതാബിൽ പറയാം. ഇസ്ലാമിൽ ഏറ്റവും മോശം ഭാര്യനോട് മര്യാദക്ക് സംസാരിക്കൂല, അന്യ പെണ്ണിനോട് നല്ലോണം സംസാരിക്കും. കസ്റ്റമർ കെയറിൻ്റെ പെണ്ണാണ് ഫോൺ എടുത്തതെങ്കിൽ അറിയുന്ന ഓഫറും ചോദിക്കും. ഒന്നിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള സ്റ്റാഫ് ലേഡീസ് ടീച്ചറാണെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവേ. നോക്കണേ, അതിൻ്റെ ഇടയ്ക്ക് ആരോ ഫോൺ, ഹലോ ചെയ്ത എന്നോട് ടീച്ചറെ വേണ്ട. ഇവൻ ഇസ്ലാമിലെ ഏറ്റവും വൃത്തികെട്ട ജന്തുവാ. ഇന്ന ഷർറദ്ദവാബാണ് അയാൾ. ചില ആൾക്ക് അങ്ങനെ ഉണ്ടാവും. വൾപ്പിൽ പണിയെടുക്കുന്ന പണിക്കാരത്തിനോട് പ്രായമുള്ള ആൾ എന്തെല്ലാം അത് കുറയാ എല്ലാം കണ്ടിട്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കും. ഭാര്യ വേഗം എന്താ കൊന്ന് കഞ്ഞിലുള്ള പനി കണ്ടോ, അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ഭാര്യനോട് മര്യാദയ്ക്ക് വർത്താനം പറയൂല അവര്. ഇവർ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ വളരെ വൃത്തികെട്ട മനുഷ്യന്മാരാ. അതെ, ഒന്നിച്ച് ജോലി ചെയ്യുന്ന ലേഡീസ് സ്റ്റാഫിനോടോ ലേഡീസ് ടീച്ചറിനോടോ കണകടാ വർത്താനം പറയും, ഭാര്യനോട് മിണ്ടൂല. ഓളെന്തൊക്കെ പറയുമ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി. ഉണ്ടോ? ഇല്ല. എന്തൊക്കെ സംസാരിക്കും, അനക്കൊന്നും മാറ്റർ ഇല്ല എന്നുള്ളിടത്തുള്ള ഒരു സംസാരം. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി പറഞ്ഞ വാക്കെന്താ അറിയോ? എന്നോട് സംസാരിക്കാനായിട്ട് എൻ്റെ നേതാവായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇന് ശേഷം സംസാരിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. ഇതെപ്പായി പറയുന്ന റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമല്ലേ ഈ പറയണത്? ഓർമ്മിച്ച് വെക്ക്. 9 ഭാര്യമാരും മുത്തുനബി തങ്ങളുടെ കൂടെയുള്ള സുന്ദരമായ ജീവിതം ഓർക്കുമ്പോൾ കരഞ്ഞിട്ടല്ലാതെ അവർക്ക് പറയാൻ കഴിയുന്നില്ല. യാത്ര പോകുമ്പോൾ നെറുക്കിടും. ആയിഷ, ഹഫ്സ, സൗദ, മൈമൂന ഇങ്ങനെ നെറുക്കിടും. ഉഖരിയ ബൈനഹുന്ന നെറുക്കിട്ടിട്ട് റംലയാണ് വീണതെങ്കിൽ റംല അടുത്ത 11-ന് നമുക്ക് ഇന്നടുത്ത് പോകണം. ഭാര്യമാരെ കൂടെ നിർത്തുന്ന ഭർത്താവാണ്. വഫാത്തായ ഖദീജ ബീവിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആയിഷ ബീവി ചോദിച്ചില്ലേ, എന്തിനാ നബിയെ ഇങ്ങനെ ആ പെണ്ണുങ്ങളെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയണത്? എൻ്റെ ആയിഷ കഥാവ കഥ, എൻ്റെ ആയിഷ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ എന്തിനാ നബിയെ പറയണത്? മാഹാദിഹി ഇല്ലാ അജൂസത്തും മിൻ അജാഇദി ഖുറൈശ്. ആയിഷ ബീവി ചോദിക്കുക, ഖദീജ ബീവി എന്ന് പറഞ്ഞ ഒരു വയസ്സത്തി പെണ്ണല്ലേ ഖുറൈശികളിലെ? ആ പെണ്ണുങ്ങളെ കുറിച്ച് എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മറുപടി കേട്ടോ മുഅ്മിനീങ്ങളെ, അവിടുത്തെ മറുപടി ഇന്നി റുസിഖ്തു ഹുബ്ബഹാ. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എൻ്റെ ഖദീജയോടുള്ള പ്രേമം എനിക്ക് തലയിൽ കയറിപ്പോയി, അതൊഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയോ എൻ്റെ ഖദീജ ആരാണെന്നറിയോ? മക്കക്കാരെന്നെ കളിയാക്കിയപ്പോൾ മക്കക്കാര് എന്നോട് പറഞ്ഞു, 5 പൈസക്ക് വകയില്ലാത്തവരല്ലേ നിങ്ങളെന്ന്. അങ്ങനെ എന്നെ പരിഹസിച്ചിട്ട് ഞാൻ വിഷമത്തോടെ വീട്ടിലെത്തിയിട്ട് ഖദീജ ബീവി എന്നോട് ചോദിച്ചു, മുത്തുനബിക്ക് എന്തോ ഒരു പ്രയാസം മുഖത്തുണ്ട്, പറയണം.
അവസാനം എന്നെ കൊണ്ട് പറയിപ്പിച്ചു, പണമില്ലാത്തത് കൊണ്ടാണോ അതിൻ്റെ കളിയാക്കൽ കൊണ്ടാണോ എന്ന കേട്ടോ നബിയേ, എൻ്റെ സമ്പത്ത് മുഴുവനും അത് ഞാൻ തങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ നിമിഷം മുതൽ എൻ്റെ മുത്ത് തങ്ങളെ കുറിച്ചെങ്ങാനും പണമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ വിടൂല. അതല്ലേ അള്ള തന്നെ എടുത്തു പറഞ്ഞത്. പണം ഇല്ലാത്ത കാലത്തുനിന്ന് പണക്കാരനാക്കി മാറ്റിയില്ലേ നബിയെ. ഐ ബിമാലി ഖദീജത്തിൽ കുബ്റാ. ഭാര്യക്ക് കൊടുത്ത സ്ഥാനം ഹൃദയത്തിലാണ്. ഏഴാനാകാശത്ത് പോയി, സർവലോകം കണ്ടു, അപ്പോഴും ഹൃദയത്തിൽ ഭാര്യയുണ്ട്. അവിടുത്തെ ഒരു ദാമ്പത്യ ബന്ധം, സ്നേഹം നോക്കൂ. ഇസ്ലാമിനേക്കാൾ മാർവൽ ആൻഡ് ബ്യൂട്ടിഫുൾ ആയ ദാമ്പത്യ ബന്ധം പിന്നെ എവിടെ കിട്ടാം നമുക്ക്? മുഅ്മിനെ എപ്പോഴും എന്തൊരു രസമുള്ള ദാമ്പത്യമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യൂ. ഇനി മക്കളോടാണെങ്കിലോ, സ്വന്തം മക്കളാണെങ്കിലും അല്ലെങ്കിലും ഒരു കുഞ്ഞിനെയും അവിടുത്തെ കൈകൊണ്ട് അടിച്ചിട്ടില്ല. 63 കൊല്ലത്തിനിടയിൽ ഒരു ചെറിയ മോനെയും അവിടുന്ന് ഒരാളെയും കുട്ടികളെ അടിച്ചിട്ടില്ലെന്ന് നമ്മൾ കേൾക്കണം. ഒരു സ്വഹാബി വീട്ടിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 2 കൈയും താഴെ കുത്തി മുട്ടുകുത്തിയിട്ട് കുട്ടികളെ മേലെ കയറി കളിപ്പിക്കുന്നു. സ്വഹാബി പുറത്തുനിന്ന് കണ്ടിട്ട് സന്തോഷം കൊണ്ട് പറഞ്ഞുപോയി, നിഅമൽ മർകബു ഹാദാ, കുട്ടികൾക്ക് കിട്ടിയ വണ്ടി സൂപ്പറാണല്ലോന്ന്. ഇത് കേട്ട റസൂലുള്ളാഹിന്റെ മറുപടി, വണ്ടി മാത്രമൊന്നല്ല സൂപ്പർ, ഡ്രൈവറും പൊളിയാ. ഞാൻ എൻ്റെ പിള്ളറപ്പരം തന്നെയാ ഉള്ളത്. ഐ ആം വിത്ത് ദ ചിൽഡ്രൻസ്. ഞാൻ എൻ്റെ മക്കളപ്പരാണ്. ആരായി പറയും നോക്കിയേ? ലോകത്തെ മുഴുവൻ അമ്പിയാക്കളുടെ ലീഡർ പറയാ, ഞാൻ എൻ്റെ മക്കളപ്പരം തന്നെയാ ഉള്ളത്. മിമ്പറിൽ നിന്ന് പ്രഭാഷണം ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ പേരക്കുട്ടി ഇട്ട വസ്ത്രം വലുതാണ്, മോനെ ആ ഭാഗം താഴെ ഭാഗം ചവിട്ടിയിട്ട് വീണുപോകുമോ എന്ന് അവിടത്തേക്ക് പേടിയായി. ഉടനെ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടിയെ ചുടുചുംബനം കൊടുക്കുന്നു. റഹ്മാനേ, വലിയ സൂറത്തോതുമെന്ന് പ്രതീക്ഷിച്ചിട്ട് സ്വഹാബത്ത് ദൂരത്തുനിന്ന് വരും തങ്ങളുടെ മനോഹരമായ ഖിറാഅത്ത് കേൾക്കാൻ. ഒരു ദിവസം അതാ പതിവിന് വിപരീതം ചെറിയ സൂറത്തോതി സലാം വീട്ടി. എന്താ നബിയെ പെട്ടെന്ന് സലാം വീട്ടിയത്? സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ ചെറിയ കുട്ടിയെ കൂട്ടിയിട്ട് വന്നു. ആ കുട്ടി കരയുന്നുണ്ട്. കരച്ചിൽ കേട്ടപ്പോൾ വല്ല സൂറത്ത് ഞാനങ്ങ് ചുരുക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്താ അവിടുത്തെ ജീവിതം! 6 കുട്ടികൾ അവിടുത്തെ മടിത്തട്ടിൽ മൂത്രൊഴിച്ചു. ഒരാളും സ്വന്തം കുട്ടികളല്ല. ഒരു കുഞ്ഞിനെയും അവിടുന്ന് വേദനിപ്പിച്ചില്ല. പേരക്കുട്ടി നെഞ്ചിൽ ഇരുന്ന് മൂത്രൊഴിച്ചപ്പോൾ ഫാത്തിമ ബീവി ചോദിച്ച്, എന്ത് ഉപ്പാപ്പാൻ്റെ നെഞ്ചിലാ മൂത്രം? ആരെ നെഞ്ചില്? അപ്പോൾ ഫാത്തിമ ബീവിനോട് പറയാ, ഔചേത്തിവിനി, എൻ്റെ മോനെ നീ വേദനിപ്പിക്കുക? അതല്ല, ഒന്ന് വെള്ളം കൊടുന്നാ പോകുന്നല്ലേ ഉള്ളൂ. ദ ലീഡർ. ഈ ലീഡറിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എണ്ണ അറിയിക്കലല്ല, ജീവിതത്തെ അടിമുടി മാറ്റണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികൾക്ക് പകർന്നു കൊടുത്തു. മോനെ, വിശിഷ്ടമായ സ്വഭാവ മഹിമകൾ ചേർത്തു നിർത്തലാണ് മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ചാരിറ്റി ബിഗൻസ് അറ്റ് ഹോം. സാന്ത്വന പ്രവർത്തനം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. വാട്ടർ ബെഡിനെ കുറിച്ചും വീൽ ചെയറിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്ന് എന്നിട്ട് വീട്ടിൽ നിന്ന് ഭാര്യയോട് ചൂടാവുക. വൈരുദ്ധ്യം എന്നല്ലാതെ, ശുദ്ധ അസംബന്ധം എന്നല്ലാതെ. നമ്മൾ ആ നാട്ടുകാരാന്നാക്കാനാ അള്ളാഹു നമ്മളെ പഠിച്ചത്. വീട്ടിൽ തുടങ്ങണം നമ്മുടെ സ്വഭാവം.
ഒരു സ്വഹാബി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ അൻസ്വാറുകളുടെ ഈന്തപ്പനത്തെ മരത്തിന് കല്ലെറിയാറുണ്ട് ഈത്തപ്പഴം കിട്ടാൻ. ഒരു ദിവസം പരാതി പോയി, എന്നെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഞാൻ പേടിച്ചു പോയി. എൻ്റെ അടുത്തെത്തിയപ്പോൾ റസൂൽ വെച്ച്, മോൻ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ട്? അതെ. എന്തിന്? ഈത്തപ്പഴം കിട്ടാൻ. ലാ തർമിൻ നഖൽ, മോൻ ഈന്തപ്പന മരത്തിന് കല്ലെറിയരുത്. നിങ്ങൾക്ക് സമ്മതമാണോ? വീണ് പോയ ഈത്തപ്പഴമൊക്കെ മോൻ എടുത്തോളി കേട്ടാ, കല്ലെറിയരുത്. തല തടവി ദ്വാരന്നു. ഈ സ്വഹാബി വലുതായിട്ട് ഇത് ഓർക്കുമ്പോൾ കരയും. അന്ന് എന്നെ തടവിയിട്ട് തെറ്റ് തിരുത്തി തന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളെ കൂടെ ഇരുത്തും. എന്നിട്ട് പറയും, സമ്മില്ല ബിസ്മില്ലേ കുൽമിമായലേക്ക്. മോൻ അടുത്ത് നിന്ന് ഇങ്ങനെ കൈ നീട്ടുമ്പോൾ ബിസ്മി ചൊല്ലിയോ ചോദിക്കൂ. ജാഹിലിയ സംസ്കാരത്തിൽ കുട്ടികളെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമില്ല. തങ്ങളാ ആ കൾച്ചർ തുടങ്ങിയത്. ജഹാലത്തിന്റെ പുതിയ വേർഷൻ ഈ കാലത്തും വരും. അതിൽ ചിലർ പറയും, എനിക്ക് മക്കളപ്പരം ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥതയാണ്, എനിക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കണമെന്ന്. ഓൻ 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ സംസ്കാരം കൊണ്ട് നന്നാവണം. തങ്ങളുടെ ഒരു കൾച്ചർ നോക്കുങ്ങൾ. എത്ര മനോഹരമായ സ്വഭാവമാണ് അവിടുത്തേത്, എത്ര മനോഹരം. ആ സ്വഭാവം നമ്മൾ പഠിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് 11 അടയാളങ്ങളിലോ ഒന്നാമത്തേതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഒരിക്കൽ ഹുനൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു സഹാബി വലിയ ചെരുപ്പിട്ടിട്ട് വരുന്നുണ്ട്. കുതിരപ്പുറത്താണ് വരുന്നത്. ആ വലിയ ചെരുപ്പ് തങ്ങളുടെ കാലിന് പോയിട്ട് തട്ടി. തങ്ങൾക്ക് നല്ല വേദനയായി. ഈ സഹാബി അറിയുന്നില്ല തട്ടുന്നത്. വീണ്ടും പോയിട്ട് അടിച്ച് വേദനയായി. ഈ സഹാബിക്ക് അറിയില്ല തങ്ങളെ കാലിനാ തട്ടുന്നത്. 3ാമത് തട്ടിയപ്പോൾ തങ്ങളുടെ കയ്യിലുള്ള കുന്തെടുത്തിട്ട് തങ്ങൾ ആ സ്വഹാബിയുടെ കാലിന് തട്ടിയിട്ട് പറഞ്ഞ്, ഔജഅത്തനി, മോനെ നല്ല വേദനയായി, മോനൊന്ന്. അപ്പോഴാണ് ആ സ്വഹാബി നെട്ടണത്, അല്ലാ ഞാൻ ആരെയും ഇത് വേദനിപ്പിച്ചത്. എൻ്റെ ചെരുപ്പ് അവിടുത്തെ കാലിന് പോയിട്ട് ഇടിച്ചിട്ട് വലിയ ചെരുപ്പായതുകൊണ്ട് അടിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകണില്ലായിരുന്നു. ആ ടെൻറ്റിൽ പോയി ഈ സ്വഹാബി ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഈ സ്വഹാബിക്കറിയാം എന്തെങ്കിലും ഒരു ആക്ഷൻ എൻ്റെക്കെതിരെ അള്ളാഹുവിൻ്റെ ആയത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന്. തങ്ങളല്ലേ വേദനിപ്പിച്ചത്. പിറ്റേന്ന് അത് ആ വിളി വരുന്നു, നിങ്ങൾ റസൂലിനെ വിളിക്കുന്നുണ്ട് എന്ന്. സ്വഹാബി പേടിച്ചിട്ട് പോയി. തങ്ങൾ പറഞ്ഞു, മോനെ 1ാമത് അടിച്ചപ്പോൾ എനിക്ക് നല്ല വേദന ഉണ്ടായി, 2ാമതും നല്ല വേദന ഉണ്ട്, 3ാമത് സഹിക്കാൻ പറ്റാത്ത വേദന ആയതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള ചെറിയ വടിയെടുത്തിട്ട് മോൻ്റെ കാലിന് ഒന്ന് തട്ടിയിട്ട് അത് കാല് മാറ്റുമെന്ന് പറഞ്ഞത്. ആ കുന്തം കൊണ്ട് തട്ടിയപ്പോൾ മോനിക്ക് വേദനയായ മോനെ? വേദനയായോ? വിഷമായ മോനെ? അതെനിക്ക് വിഷമായി. അത് പൊരുത്തപ്പെടണം. ഞാൻ ഇന്നലെ മുതൽ 10-70 ഒട്ടകത്തിന് എടുത്തു വെച്ചിട്ട് എന്തിനാണെന്നറിയാം, അത് എനിക്ക് തരാനാ. അത് തന്ന് ഇതിപ്പോൾ തന്നതാ, ഇത് ഫുള്ള് നീ എടുത്തോളി. ആ ഇന്നലെ കുന്തം കൊണ്ടൊന്ന് തട്ടിയത്, അത് മനസ്സിൽ വെക്കരുത്. ഓക്കെ അല്ലേ? ലീഡർ, ഈ റസൂലുള്ളാഹിൻ്റെ ലീഡർക്ക് ഈ അനുയായികൾക്ക് എങ്ങനെയാ തീവ്രവാദിയും ഭീകരവാദിയും എല്ലാം ആവാൻ പറ്റുക? എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അത് ഏത് മീറ്റിങ്ങിലായാലും അങ്ങനെ തന്നെ, ആരുടെ മുമ്പിലായാലും അങ്ങനെ. ഈ മുട്ടവായിലിട്ട മാതിരിയുള്ള സംസാരം നമുക്ക് പറ്റൂല. നമ്മൾ നല്ല കൾച്ചേർഡായിരിക്കണം, നല്ല സ്വഭാവമായിരിക്കണം നമ്മുടേത്, വൃത്തിയുള്ള സ്വഭാവം. കുടുംബത്തിൽ പ്രത്യേകിച്ച് ഭാര്യമാരോട്, മക്കളോട്, അനുയായികളോട്. കണ്ടോ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നു. അയാൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് റസൂലുള്ളാഹിനെ എൻ്റെ കൈ കൊണ്ട് കൊല്ലണമെന്നും. ഫുലാലത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയാൾ തക്കം പാർത്തിരിക്കുകയാണ് എങ്ങനെയാ കൊല്ലുക. അങ്ങനെ മൂപ്പര് കിട്ടിയ ചാൻസ് മക്കം ഫത്തഹാണ്. മക്കം ഫത്തഹിൻ്റെ അന്ന് ആയിരക്കണക്കിന് സ്വഹാബത്തിൻ്റെ ഇടയിൽ തങ്ങളിങ്ങനെ വന്നിട്ടുണ്ട്.
മക്കക്കാരനായ അയാൾക്ക് ഇന്ന് കൊല്ലണമെന്ന് പൂതി. പക്ഷേ ഇത്രയും അനുയായികൾക്കിടയിൽ കൊല്ലൽ നടക്കുമോ? അയാൾ കടാരയും ആയുധങ്ങളും അരയിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു. സഹാബത്തിൻ്റെ ഇടയിൽ എനിക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് മൂപ്പര് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് മുസ്ലിമാണെന്ന് ചമഞ്ഞു. ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും തോന്നിപ്പിച്ചു. അങ്ങനെ സ്വഹാബത്തിൻ്റെ ഇടയിലൂടെ കയറി അടുത്തെത്തി. സ്വഹാബത്ത് ചുറ്റുവട്ടമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് കുറച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ പോയി കഅബാലയത്തിൻ്റെ അടുത്തെത്തി. തങ്ങളും ഇയാളും മാത്രം. ഒറ്റ കുത്തിന് തങ്ങളെ കൊല്ലാന്നുള്ളതാണ് അടുത്ത മോഹം. മോർട്ടൽ എനിമിയാണ്, കഠിന ശത്രുവാണ് ഒപ്പരെ. അടുത്തെത്തിയപ്പോൾ റസൂൽ ചോദിച്ചു, ഈ ഫുലാലത്തല്ലേ? അതെ അതെ അതെ, ഞാൻ ഫുലാലത്ത് തന്നെയാണ്. എന്തോ മനസ്സിൽ മന്ദിരിക്കുന്നുണ്ടല്ലോ? ഇല്ല, എന്തോ അതെ, ഞാൻ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുകയാണ്. ഫളഹിക്കൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ചിരിച്ചു. ദിക്റോ? മോനിങ്ങോട്ട് വാ. കം അബ്റഅത്ത് വസിബൻ ബില്ലംസി റാഹത്തു. അടുത്ത നെഞ്ചിൽ തടവിക്കൊടുത്തു. ഫുലാലത്ത് ഞങ്ങൾ എന്താ പിന്നെ പറയണമെന്നറിയാം? ആ തടവുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും വെറുപ്പ് ഇവരോടാ. തടവി കഴിഞ്ഞപ്പോൾ എൻ്റെ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രേമം തങ്ങളോടാ. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. കൊല്ലാൻ വന്ന ആളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആളെ പേരാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പഠിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളായി തീവ്രവാദിയും ഭീകരവാദിയാവുക? യാ ഷഹീദ് അസ്സലാമിൻ്റെ മുദ്രാവാക്യം വിളിക്കുക, അങ്ങനെ ഒന്നുണ്ടോ ഇസ്ലാമിൽ? ഇല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളോട് പോലും പെരുമാറുന്ന രീതിയായി പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ ഒരു സന്ദർഭം ഏതാ? ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോഴാണ്. ഹംസ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ എല്ലാമാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഉഹദിൽ നിന്നാണ്. വഹ്ശിയാണ് ചാട്ടൂളി എറിയണത്. ഹിന്ദ് ഏൽപ്പിച്ചിട്ടാണ് ചെയ്തത്. ആ ഹംസ റളിയല്ലാഹു അൻഹു പെടഞ്ഞു വീണപ്പോൾ ശത്രുക്കൾ ഓടി വന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തറക്കാൻ തുടങ്ങി. ബലിമൃഗത്തിന് അറക്കുന്ന പോലെ ജീവനോടെ. അരിശം തീരാത്തോണ്ട് കടാര കത്തിയെടുത്തിട്ട് കഴുത്തു മുതൽ പൊക്കിള വരെ ഒരൊറ്റ കീറല്. തീർന്ന ഓരോ വാശിയും വെറുപ്പും ഇല്ല. രണ്ടു ഭാഗത്തും ശത്രുക്കൾ നിന്നിട്ട് വയറിൻ്റെ തോലിങ്ങനെ പൊളിച്ചെടുത്ത് എന്നിട്ട് കരൾ ചവച്ചിട്ട് ഹിന്ദ് തുപ്പിയിട്ട് പോയി. ഇത് കണ്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കുറച്ച് കഴിഞ്ഞിട്ട് അന്ന് റസൂൽ കരഞ്ഞിട്ട് ചോദിച്ചു കിടക്കുന്ന ഹംസ തങ്ങളോട്, കഷ്ണായ ഹംസ തങ്ങളോട്, യാ ഹംസ, എന്താ ഹംസ തങ്ങൾ ഇങ്ങനെ? യാ അമ്മൽ മുസ്തഫ, എൻ്റെ ഇളയപ്പല്ലേ കിടക്കണത്? യാ കാശിഫൽ കുർബാത്ത്, എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങളല്ലേ പരിഹരിച്ചരുത്? നിങ്ങൾ പോയാലോ? എത്ര നേരം അവിടുന്ന് കരഞ്ഞത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു പറയേണ്ട ഇത്ര അധികം കരഞ്ഞ വേറെ സന്ദർഭമില്ല. ഈ ഹംസ റളിയല്ലാഹു കൊന്ന ആൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ റസൂൽ സ്വീകരിച്ചിട്ടില്ലേ? സ്വീകരിച്ചിന്. ഇതിന് നേതൃത്വം കൊടുത്ത വഹ്ശിയപ്പ ഇസ്ലാമിലേക്ക് വരുന്നത്. ഇതിനെ ഏൽപ്പിച്ച ഹിന്ദ് എപ്പോഴാണ് ഇസ്ലാമിലേക്ക് വരുന്നത്? ഹിന്ദ് ഇസ്ലാമിലേക്ക് വരുന്ന രംഗം ചരിത്രത്തിലുണ്ട്. മക്കം ഫതഹിന്റെ അന്നാ വരുന്നത്. യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂട്ടായി ഇസ്ലാമിലേക്ക് വരുന്നു. പെണ്ണുങ്ങൾ വന്നാൽ നേരെ ബൈഅത്ത് കൈകൊണ്ട് പിടിക്കൂലോ, മറന്റെ അപ്പുറത്ത് പെണ്ണുങ്ങളെ നിർത്തി. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് ചെയ്യുമ്പോൾ ഇപ്പുറത്തുനിന്ന് പറഞ്ഞു, അല്ലാ യുശ്രിക്ന ബില്ലാഹ്, സ്ത്രീകളെ ഇസ്ലാമിലേക്ക് വന്നാൽ ശിർക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ അപ്പുറത്തുനിന്ന് ഒരു പെണ്ണ് ശിർക്ക് ചെയ്യാനാകും, പിന്നെ ഇസ്ലാമിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ കാര്യമായിട്ട് പറയണത്. അടുത്ത തങ്ങളുടെ വർത്താനം, വലാ യസ്രിഖ്ന, മോഷണം നടത്തരുത് ഇസ്ലാമിലേക്ക് വന്നാൽ. അതെന്തായാലും നമ്മൾ നടത്തൂലല്ലോ. അപ്പുറത്തുനിന്ന് വലാ യഖ്തുൽന ഔലാദഹുന്ന, മക്കളെ കൊല്ലരുത്, ആണായാലും പെണ്ണായാലും. അതെല്ലാം എന്തിനാ പ്രത്യേകം പറയേണ്ട ആവശ്യം? വേറെ എന്തെങ്കിലും പറയും. വലാ യസ്നീന, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പുറത്തുനിന്ന് ഒരു പെണ്ണ്, നമ്മളെന്താ അടിമപ്പെണ്ണുങ്ങളാ?
ഏടങ്ങ് പോയിട്ട് കിടന്നു കൊടുക്കാൻ സ്വതന്ത്രരായ പെണ്ണുങ്ങളല്ലേ. അപ്പൊ ഈ റസൂല് പറയുന്നതിനെല്ലാം ഇങ്ങോട്ട് ട്രോളാണ് ഇങ്ങോട്ട്. അപ്പൊ റസൂല് വെച്ച് അപ്പുറത്തുനിന്ന് ആരാ ഈ പറഞ്ഞുകൊണ്ടിരിക്ക്, ഞാൻ പറയുന്നതിൻ്റെ അല്ലേ എതിര് പറയുന്നത് എന്താ, ആരാണ്, ഹിന്ദാണോ? അതെ ഹിന്ദ് തന്നെയാണ്. എന്തേ എൻ്റെ ഇസ്ലാം സ്വീകരിക്കൂലേ? പാവല്ലേ. റസൂലൊക്കെ വേണമെങ്കിൽ അവിടെ വേണ്ട നിന്റെ ഇസ്ലാം സ്വീകരിക്കാവില്ല എന്നൊക്കെ പറയാ, പഴയ ഓർമ്മയെല്ലാം വെച്ചിട്ട്. അവിടുന്ന് പാവം പറയുന്നില്ല, എല്ലാവരും ഇസ്ലാം സ്വീകരിക്കും എന്നാ പറയണത്. നമ്മളെ നേതാവിൻ്റെ കരുണ ഉണ്ടങ്ങൾ, എല്ലാവരും നന്നാവണം എന്നാണ് അവിടുന്ന് ചിന്തിക്കുന്നത്. മുഅ്മിനീങ്ങൾക്കിടയിൽ ജീവിച്ചിട്ട് മുഅ്മിനായിട്ട് ചമഞ്ഞ് നടന്ന ഒരാളാണ് ആര്? മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു സലൂൽ. ചങ്ങായി അങ്ങനത്തെയാണ്. അയാള് റസൂലുള്ളാഹിനെ കളിയാക്കാത്ത ഒരു വാക്കുണ്ടാവില്ല. കുടുംബത്തെ, സഹാബത്തിനെ, തങ്ങളെ എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം കളിയാക്കി. എന്നിട്ട് അയാൾ മരണപ്പെട്ടപ്പോൾ അവരുടെ മകൻ്റെ പേര് അബ്ദുള്ള എന്നാണ്, റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്. മോന് ഉപ്പാനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു, തങ്ങളെ കമീസ് ഒന്ന് തരുമോ? എന്തിന്? ഉപ്പാനെ അതിൽ കിടത്തിയിട്ട് മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇട്ടാലുള്ള ഒരു ബർക്കത്തുണ്ടെങ്കിലും ഉപ്പാക്ക്. ആയിക്കോട്ടെ എന്നിട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി എണീക്കുമ്പോൾ ഉമറുല്ലാനെ വെക്കുന്നത് തങ്ങളെ തൊട്ടിട്ട് വെച്ച്, എടുത്തേക്ക് തങ്ങളെ, മുനാഫിക്കീങ്ങൾക്ക് നിസ്കരിക്കരുത് പറഞ്ഞിട്ടില്ലേ? മുനാഫിക്കിന് വേണ്ടി ഇസ്തിഗ്ഫാർ എത്ര ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ അയാൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹിന്റെ വർത്താനം നോക്കണേ. അത് അള്ളാഹ് പറഞ്ഞത് അവർക്ക് 70 തവണ ഇസ്തിഗ്ഫാർ നടത്തിയാലും ഇല്ലെങ്കിലും ഓർക്ക് പുറത്തു കൊടുക്കൂല എന്ന്. 70 പറഞ്ഞത്, ഒരു 71 ചൊല്ലിയോക്കാം, ഒരു 72 ചൊല്ലിയോക്കാം, അങ്ങനെങ്കിലും പുറത്ത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കുന്നു. ആർക്ക്? അൻസാറുകളെയും മുഹാജിരീങ്ങളെയും തെറ്റിക്കാൻ നടന്ന ഒരു മുനാഫിഖിന്. മദീനക്കാരോട് ഓരോരാളോടും ചെവി പോയിട്ട് പറയൂ, നബി ഇവിടെ വന്നുകൊണ്ട് നിങ്ങളെ നാട്ടിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും മദീനയിൽ നിന്ന് പുറത്താക്കണം, മക്കയിൽ നിന്ന് പുറത്താക്കിയ പോലെ. അങ്ങനെ ഫീത്തിനായിട്ട് നടന്ന ചങ്ങായിക്കാണ് എങ്ങനെങ്കിലും പുറത്ത് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. ഈ നേതാവിൻ്റെ അനുയായികളല്ലേ നമ്മൾ നല്ല സ്വഭാവമാവണ്ടേ? എങ്കിലല്ലേ മഹബത്താവുക, ആരെയും വെറുപ്പിക്കാത്ത ജീവിതമാവണ്ടേ? അങ്ങനെ തന്നെയല്ലേ സഹാബത്ത് ജീവിച്ചതും, അങ്ങനെയല്ലേ തങ്ങൾ കാണിച്ചു കൊടുത്തതും. യർമൂക്ക് എന്ന് പറയുന്ന സമരത്തിൽ ഒരു സഹാബി ഷഹീദായിട്ട് വീഴുമ്പോൾ കുടുംബക്കാരനായ ഒരാൾ കേട്ടു വെള്ളത്തിന് ചോദിക്കുന്നത്. വെള്ളം ഓടിപ്പോയിട്ട് കൊടുക്കുമ്പോൾ ഈ സഹാബി ലാസ്റ്റ് മൊമെൻറ്റിലാണ് ചോര ശരീരത്തിൽ നിന്ന് ഒലിക്കുന്നുണ്ട്. അപ്പോൾ ജീവനില്ലാ ജീവൻ, ഇങ്ങനെ മിനുങ്ങുന്ന ജീവനാണ്. ഇപ്പം ജീവൻ പോവും. ആ ചെറിയ ജീവനിൽ നിന്ന് അപ്പുറത്തെ ഒരു സഹാബി വെള്ളത്തിന് ചോദിക്കുന്നത് ഇവിടുന്ന് കേട്ട പോലെ. അപ്പം ഈ സഹാബി പറഞ്ഞ അപ്പുറം കൊടുക്കുന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ ആ സഹാബി അപ്പുറം കൊടുക്കുന്നു. മൂന്നാമത്തെ ആൾ ഷഹീദായി. തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ ആളും ഒന്നാമത്തെ ആളും പാട്ടയിൽ വെള്ളം ബാക്കി 3 രാജാക്കളും സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു. പഠിപ്പിച്ചത് ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യത്തിൻ്റെ തീച്ചൂളയിൽ കഴിയുന്ന ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ഒരാടിൻ്റെ തല ആരോ ഹദിയ കൊടുത്തു. കഴുകി വൃത്തിയാക്കിയിട്ട് ഭാര്യ പറഞ്ഞു, നമുക്കിന്ന് ഭക്ഷണം പാകം ചെയ്യുക, കുറേ കാലത്തെ വിശപ്പിന് ഇന്ന് അറുതി വരുമല്ലേ. അപ്പോൾ ആ സഹാബിയുടെ വർത്തമാനം, നമ്മളെക്കാൾ പാവപ്പെട്ട ഒരപ്പുറം ഉണ്ടല്ലോ എന്ന് അവിടെ കൊടുത്തു. ആ സഹാബി തിന്നാൻ തോന്നുമ്പോൾ അപ്പുറത്താൾ ഓർമ്മ വന്നു. മൂന്നാമത്തെ വീട്ടിലേക്ക്, ആ സഹാബി 4ാമത്തെ വീട്ടിലേക്ക്, 7 വീടുകൾ കറങ്ങിയിട്ട് 1ാമത്തെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. പഠിപ്പിച്ച നേതാവിൻ്റെ അനുയായികളെ കണ്ട, ആ അനുയായികളാണ് നമ്മളാവേണ്ടത്. കണ്ടില്ലേ? അത് എവിടെന്നാ പഠിപ്പിച്ചിപ്പോൾ മദീനയിൽ ഉമർ ബിനുൽ ഖത്താബ്, മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു റസൂൽ വഫാത്തായ ശേഷം നിൽക്കാൻ കഴിയാത്ത സ്വഹാബിയാണ്. എനിക്ക് നിൽക്കാൻ കഴിയില്ല മദീനയിൽ, എന്നെ കൊണ്ടാവില്ല മദീനയിൽ നിൽക്കുക, അങ്ങനെ പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക്. അങ്ങനെ പിന്നീടാണ് സ്വപ്നത്തിൽ മഹാനായ ബിലാൽ റളിയല്ലാഹുവിൻ്റെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് സ്വപ്നത്തിൽ ചോദിച്ചേ, മാഹാദിയിൽ ജഫ്വ യാ ബിലാൽ, നമ്മളെങ്ങനെയായിരുന്നു ബിലാലെ, നമ്മളെങ്ങനെ ജീവിച്ച ആളാ?
നീ എന്താ മറക്കുക നമ്മളാ? അമ്മാത്ത അസൂറനി എനിക്ക് എന്നെ കാണാനും വന്നൂടെ, സിയാറത്തെല്ലാം ചെയ്തൂടെ? ഉറക്കത്തുനിന്ന് നെട്ടി വണ്ടി തയ്യാറാക്കിയിട്ട് എംബയിൽ വിട്ട സ്വാബിയ. എന്താ സ്വാബിക്ക് മദീനയിൽ നിൽക്കാൻ കഴിയാത്ത? ശരിക്ക് അത് ഉള്ള കാലത്തെ ജീവിതം ഓർക്കുമ്പോൾ മദീനയിൽ നിൽക്കാൻ കഴിയില്ല. ഉള്ള കാലം അത്രയും മനോഹരമായിരുന്നു. കറുകറുത്ത് ഒറ്റപ്പെട്ട സഹാബിയെ വെളുവെളുത്ത സൽമാനുൽ ഫാരിസി തങ്ങൾ ഒന്നിച്ച് നിർത്തിയിട്ട് കൃത്യത പഠിപ്പിച്ച നേതാവാ തങ്ങൾ. ഇപ്പോഴും അമേരിക്കയിൽ കറുത്ത വംശജരെ കൊന്നുകൊണ്ടിരിക്കുക. അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ്റെ കാലത്ത്, 4Gയുടെ കാലത്ത്, ഇൻസ്റ്റയുടെ കാലത്ത് ജാഹിലിയ കൾച്ചർ അവിടെയാണ് തിരിച്ചു വരുന്നത്.